എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? ഞാനിവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. സോ ഇന്ന് മുതൽ ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പെട്ടെന്നുണ്ടായൊരു തീരുമാനമില്ല, കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല ടുഡേ ഈസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് ജിം. അപ്പോൾ തുടങ്ങാമല്ലേ? ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എണീറ്റിട്ട് ഒരു മോർണിംഗ് റുട്ടീൻ പോലെയൊക്കെ ബിൽഡ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം, കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവണം എന്നൊക്കെ. ആഗ്രഹങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും കാണും, ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ആ ആഗ്രഹങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളോട് ഞാൻ നാളെ വന്നിട്ട് 6 മണിക്ക് ഉറക്കം എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇപ്പം 11 മണിക്ക് ഉറക്കം എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പതുക്കെ നമ്മൾ ആ ഒരു 6 മണി എന്നുള്ള സമയത്തിലേക്ക് എത്തുക. അതായത് ഒരു ദിവസം 10 മണിക്ക് എഴുന്നേറ്റ് നോക്കുക, പിറ്റേ ദിവസം 9 മണിക്ക് എഴുന്നേറ്റ് നോക്കുക, അതിൻ്റെ പിറ്റേന്ന് 8 മണിക്ക് എഴുന്നേറ്റ് നോക്കുക. അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് 6 മണിക്ക് എഴുന്നേൽക്കുകയാണ് വേണ്ടത്. 6 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ രാത്രി കിടക്കുന്ന സമയം കൂട്ടുകയും വേണം കേട്ടോ. ചേരുവാണെങ്കിൽ വാതിൽ തുറന്നപ്പോൾ തന്നെ അതിവിദഗ്ധമായിട്ട് പുറത്തേക്ക് ചാടാനുള്ള വഴികൾ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ സക്സസ്ഫുള്ളി അവനെ വീടിനകത്തെടുത്ത് പൂട്ടിയിട്ടു. ഇനി നമുക്ക് നേരെ ജിമ്മിലോട്ട് പോവാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമുള്ള ഒരു ജിമ്മാണിത്. ഞാൻ രാവിലെ തന്നെ അബീനോട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. സോ അബിയാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു ജിം പരിപാടി പ്ലാൻ ചെയ്തത് ഞാനും അബിയും കൂടെ ഒരുമിച്ചിട്ടാണ്. ഞാൻ ജോയിൻ ചെയ്തത് ബി ഫിറ്റ് റിയൽ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മിലാണ്. ഈ ജിമ്മിൻ്റെ കഥ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ഇനാഗുറേഷൻ ടൈം തൊട്ട് ഞാൻ ഇതിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ബിൻസിയുടെ ജിമ്മാണ്. അപ്പോൾ അവൾ ഇവിടെ ഇങ്ങനെ ഒരു ജിമ്മൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വേറൊരു ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യുക? അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അവൾ നല്ല ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവൾ വരുന്ന ക്ലയൻസിൻ്റെ അടുത്തായാലും എല്ലാവരുടെ അടുത്തും നിൽക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സംഭവം എന്താണെന്ന് വെച്ചാൽ ലേഡീസ് ഓൺലി ജിമ്മാണ്. സോ നമ്മൾ പെമ്പിള്ളേർക്ക് അവിടെ കിടന്ന് വളരെ അടിപൊളിയായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫസ്റ്റ് ഡേ ആയിരുന്നുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ വാമപ്പ് ചെയ്തു, പിന്നെ കുറച്ച് കാർഡിയോ എക്സസൈസ് ചെയ്തു, പിന്നെ ഫ്ലോർ ബേസ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ഈ ഒരു പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു. വെയിങ് മെഷീൻ എവിടെ കണ്ടാലും എനിക്ക് വെയിറ്റ് നോക്കണം. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു അസുഖം? കുറേ നാളായിട്ട് എനിക്ക് ഈ 48 മോചനമില്ല. ബിൻസി ആണെങ്കിൽ എനിക്ക് ഡോറിൽ ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നു. എനിക്ക് പിന്നെയും എന്നും വലിഞ്ഞേറി പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഇത് കൃത്യസമയത്ത് അബി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ നല്ല ഇളം വെയിൽ കൊള്ളുക വല്ലാത്തൊരു അടിപൊളി ഫീലാണ്. ജിമ്മിൽ പോയി തുടങ്ങാമെന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിയത് നമുക്ക് ജിമ്മിലേക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ലിസ്റ്റ് ഇങ്ങനെ കണ്ടു കേട്ടോ. ബാഗ് ഉണ്ടായിരുന്നു, ടവൽ ഉണ്ടായിരുന്നു, ഷൂസ്, പിന്നെ എന്താ പറയുക വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്കുണ്ടായിരുന്നു. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ പുസ്തകങ്ങളൊക്കെ ഓൾറെഡി മേടിച്ച് എല്ലാം ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെക്കാറില്ലേ? അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സോ ആദ്യം ഈ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ ഒരു ദിവസം പോയി നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ എനിക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഉള്ളിൽ നിന്നൊരു വിളി വരില്ലേ, ഒരു ഉൾവിളി വന്നു, ഇതെന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യണം എന്ന്. അപ്പോൾ ഞാൻ അന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഈവനിങ് തന്നെ പോയിട്ട്, ഫസ്റ്റ് ഡേ വർക്കൗട്ട് കഴിഞ്ഞ് ഈവനിങ് തന്നെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് ചെയ്തത്. എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത് കോസ്മോസ് എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ്. പിന്നെ ഈ ട്രാക്ക് പാൻ്റൊക്കെ നമ്മൾ ന്യായമായ വിലയ്ക്ക് ഒരു 200-300 റേഞ്ചിൽ ലോക്കലായിട്ടുള്ള ഇവിടെ നാസിയ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട്, അവിടെ പോയിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഷൂസ് നമ്മൾ സീനത്തിൻ്റെ ഐ40 എന്നാണ് വാങ്ങിച്ചത്. എല്ലാം നമ്മുടെ ഇവിടുത്തെ തന്നെ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. ഒന്നും ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടില്ല. ബട്ട് ഇൻ ദി ഫ്യൂച്ചർ ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു താല്പര്യം കൂടുതലും പിന്നെ താല്പര്യം കുറഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. നമ്മൾ എന്താ പറയുക, മുതിർന്ന ആൾക്കാരൊക്കെ അതിന് ആരംഭശൂരത്വം എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു പോക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇനി റിമൈനിങ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ട്രൈപ്പോഡും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. പക്ഷേ എനിക്കിപ്പോൾ ജിമ്മിൽ വന്നതിന് ശേഷം എൻ്റെ ആംഗിള്, അതായത് ഞാൻ ക്യാമറ സെറ്റ് ചെയ്യുന്ന ആംഗിൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ മര്യാദയ്ക്കാണ് സെറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ തലയും ചില ശരീരഭാഗങ്ങളൊന്നും
ഇത് നമ്മുടെ ഇത് സ്ക്രീനിൽ കിട്ടുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി നാളെ നമുക്കിത് റെഡിയാക്കി എടുക്കണം എന്തായാലും. ഇന്നും നമ്മൾ ചെയ്തിരിക്കുന്നത് വാമപ്പ് ചെയ്തു, പിന്നെ കാർഡിയോ എക്സസൈസ് ചെയ്തു. അതിനുശേഷം ഇന്നലെ ചെയ്ത എക്സസൈസുകളില്ലേ, ഫ്ലോർ ബേസ്ഡ് സ്റ്റെപ്പിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്ന പോലത്തെ എക്സസൈസ്, അത് കൗണ്ട് കൂട്ടി ചെയ്യുകയും കൂടിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇത്രയും ചെയ്തിട്ട് ഇന്നത്തെ ഒരു പരിപാടി നമ്മളിവിടെ അവസാനിപ്പിച്ചു. പക്ഷേ ഇന്നലത്തേനേക്കാളും കുറച്ചും കൂടെ സമയം എക്സ്ട്രാ എടുത്തു. അത് അങ്ങനെയാണ് ഇത്ര. ഡെയിലി നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന അവർ കൂട്ടി കൊണ്ടുവരണം എന്നാണ് ബിൻസി പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങൾ റുട്ടീനായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റേറ്റസ് ഇട്ടപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ഗെയിൻ ആണോ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെയിറ്റ് ഗെയിൻ അല്ല നോക്കുന്നത്. കല്യാണത്തിന് മുന്നേ ഞാൻ വെയിറ്റ് ഗെയിൻ ഒന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷേ എന്നെക്കൊണ്ട് നടന്നില്ല. ചില സമയങ്ങളിൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. ഓൾമോസ്റ്റ് മെലിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. പക്ഷേ ഞാൻ ഭക്ഷണം അത്യാവശ്യം നല്ലപോലെ കഴിക്കുന്ന ഒരാളാണ്. ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് അങ്ങനെ പോകാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ എല്ലാം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. കണ്ടോ, ഡേ 3 ആയപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ ആംഗിളും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അടിപൊളിയാവുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെയാണ്, നമ്മൾ ഓരോ കാര്യം ചെയ്താണ് അതിന് പെർഫെക്ഷൻ വരുന്നത്. ജിമ്മിൽ വരുന്നുണ്ടെന്ന് ഞാൻ ബിൻസിനോട് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് വെയിറ്റ് ഗെയിനും ബോഡി ബിൽഡിങ്ങും ഒന്നും വേണ്ട. എനിക്ക് രാവിലെ ഉറക്കെഴുന്നേറ്റിട്ട് എൻ്റെ റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവാനും പ്ലസ് എനിക്ക് എൻ്റെ ഒരു ബോഡി അനങ്ങിയിട്ട് ഒരു മനസമാധാനം കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ വർക്കൗട്ടിന് വരുന്നത്. സോ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്ന് ഞാൻ ഓൾറെഡി ബിൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെലിഞ്ഞിരുന്നാലും നല്ലപോലെ തടിച്ചിരുന്നാലും നമ്മൾ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. അതും കൂടെയാണ് എന്നെ ജിമ്മിൽ വരാൻ വേണ്ടി പ്രേരിപ്പിച്ചൊരു കാര്യം. ഞാൻ ആ കയറ് പിടിക്കുന്ന പിടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലുള്ള ഒരു കയറ് പിടിച്ച് എക്സസൈസ് ചെയ്തിട്ടില്ല എന്ന്. സോ ഇന്നലെ ചെയ്ത സെറ്റ് ഓഫ് എക്സസൈസിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ 3ാമത്തെ ദിവസത്തെ എക്സസൈസ് പരിപാടി അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ ഒരുപാട് നാളായിട്ട് ഒരു കാര്യം ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, 1 to 10 വരെ എണ്ണുക. 10 എണ്ണി കഴിയുന്നതിന് മുന്നേ തന്നെ ആ പണി അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിക്കോളുക.